എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു മാലാഖയുമുണ്ട്, പിശാചുണ്ട്. സോ നിങ്ങളുടെ ഉള്ളിലെ പിശാജ് ഒരുപക്ഷെ ഇപ്പോൾ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ പോവാനായിട്ട് സാധിക്കുന്നത്. ഒരു വിശുദ്ധ ജീവിതം എന്നത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ കൃപയാൽ മാത്രം സാധിക്കുന്ന ഒന്നാണ്. നിങ്ങളൊരു വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ പിശാജ് പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മരണത്തിന്റെ തൊട്ട് മുൻപ് വരെ ഒരാൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുമുണ്ട്, ഒരാൾ നശിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതായത് പിശാചാണോ മാലാഖയാണോ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ വളർത്തുന്നത്, അതിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത് എന്നതിന് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്, വ്യക്തിപരമായ ഉത്തരവാദിത്തം. ഒരു എസ് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. അതായത് ഇങ്ങനെ ബിഹേവ് ചെയ്യാമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളുടെ എസ് ആണ്. അപ്പൊ പിശാച് അതിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ അങ്ങനെ പെരുമാറാനായിട്ട് സഹായിക്കുന്നു. പക്ഷെ ഇല്ല, ഞാൻ ഇവിടെ ഒന്നും സംസാരിക്കുന്നില്ല, ഞാൻ വഴക്കുണ്ടാക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ തന്നെ തീരുമാനമാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലെ മാലാഖ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു കാര്യം ഓർക്കണം, ആത്മീയതയുടെ എത്ര ഉന്നതിയിലെത്തിയാലും, എത്ര അത്ഭുതങ്ങൾ ചെയ്യുന്ന ആളായാലും, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ ഉള്ളിലെ പിശാച് പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നില്ല. അതിന്റെ ഒരു പ്രസൻസ് എപ്പോഴും അവിടെ ഉണ്ടാവും. അത് നിങ്ങളെ പലപ്പോഴുമായിട്ട് തലപൊക്കി ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിന് ആക്റ്റീവ് ആവാതെ സൂക്ഷിക്കാൻ വേണ്ടി കൃത്യമായിട്ട് നിങ്ങൾ കൃപയുടെ ശക്തി സ്വീകരിക്കണം. അതിന് ചിന്തയുണ്ടാകണം, ഇങ്ങനെ ഒന്നുണ്ട്, എനിക്ക് അങ്ങനെ ആവണ്ട. അപ്പോൾ നിരന്തരം ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം. വേണ്ട, എനിക്ക് മാലാഖയായാൽ മതി, അല്ലെങ്കിൽ എനിക്ക് വിശുദ്ധി ജീവിച്ചാൽ മതി, ഞാൻ ആ പാപത്തിലേക്ക് പോകുന്നില്ല, ഞാൻ ഈശോയോടുള്ള. അപ്പൊ ഇതിലെല്ലാം ദൈവം നമ്മളെ സഹായിക്കും. ഈശോയോടുള്ള കമ്മിറ്റ്മെന്റുകൾ, ഈശോയോടുള്ള സ്നേഹം, ഈശോ നമുക്ക് നൽകിയ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളെ സഹായിച്ചിട്ടാണ് നമ്മൾ ഈ മാലാഖയെ വളർത്തുകയും പിശാചിനെ നമ്മൾ ഒഴിവാക്കി നിർത്തുകയും ചെയ്യുന്നത്. പക്ഷേ പിശാചിനും ദൈവത്തിനും നിങ്ങളെ പൂർണ്ണമായിട്ട് അറിയാം. പിശാചിന് ദൈവം അനുവദിക്കുന്നിടത്തോളം നിങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് പിശാചിനുണ്ട്. അപ്പം ആ പിശാചിനെ നിങ്ങളെ ട്രിഗർ ചെയ്യേണ്ടത് എവിടെയാണെന്ന് അറിയാം. നിങ്ങളുടെ ഏത് കാര്യത്തിൽ തൊട്ടാൽ നിങ്ങൾ പിശാചിന്റെ എസ് പറയാൻ സാധ്യതയുണ്ട്, പിശാചിന്റെ കളത്തിലേക്ക് വരും എന്ന് പിശാചിന് അറിയാം. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു മുള്ള നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാം. ഒരു ടെംപ്റ്റേഷന്റെ തലവും ഒരു പ്രലോഭനത്തിന്റെ തലവും നിങ്ങളുടെ ഉള്ളിൽ നിലനിർത്താൻ പിശാച് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സോ ജാഗരൂകതയോട് കൂടെ ഇരിക്കുക. എത്ര ഞാൻ പറയുന്നു, പിശാചിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എങ്കിലും അതിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കാനുള്ള കഴിവ് ദൈവം നമ്മളിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിരന്തരം ഈ തിന്മയ്ക്ക് ഉപരിയായിട്ട് നന്മയെ ചൂസ് ചെയ്ത് നന്മയെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. ഒരു കഥ നിങ്ങൾ വായിച്ചിട്ടില്ലേ, യുദാസായിട്ട് ഈശോയുടെ മുഖം വരച്ച അതേ ആളെ കൊണ്ട് യുദാസിന്റെ മുഖം വരച്ച ഒരു കഥ നിങ്ങൾ വായിക്കുന്നില്ലേ? അതുകൊണ്ട് രണ്ടിനുമുള്ള സാധ്യത ഒരു മനുഷ്യനിൽ മരണം വരെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്.